ശബരിമല ദർശനത്തിന് എരുമേലി അഴുതക്കടവ് കാനന പാതയിലൂടെ എത്തുന്ന ഭക്തർക്കുള്ള പ്രത്യേക പാസ് പുനഃസ്ഥാപിക്കണമെന്ന ജനം TV വാർത്തയിൽ നടപടി. പാസ് അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. 46 കിലോമീറ്റർ കാൽനടയായി എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേക പാസ് അനുവദിക്കണമെന്ന ആവശ്യം ജനം TV ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇടപെടൽ ജനം ഇംപാക്ട്. എരുമേലിയിൽ നിന്ന് 46 കിലോമീറ്റർ നടന്നു വന്നിട്ടും ഞങ്ങൾക്ക് യാതൊരുവിധ സൗകര്യവും ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ സത്രം പുല്ലുമേട് വഴിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ അയ്യപ്പന്മാർക്കും ഉണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എരുമേലി അഴുതക്കടവ് പമ്പാപാതയിലൂടെ ഭക്തർ 41 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് സന്നിധാനത്തെത്തുന്നത്. ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്കും നേരത്തെ ദർശനത്തിന് പ്രത്യേക പാസ് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. സന്നിധാനത്തെ ക്യൂവിൽ കാത്തുനിൽക്കാതെ ദർശനം ക്രമീകരിക്കുന്നതായിരുന്നു രീതി. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻവർഷം പ്രത്യേക പാസ് നൽകുന്നത് റദ്ദാക്കി. ഇതോടെ ഈ കാനനപാത വഴി എത്തുന്ന ഭക്തരും മരക്കൂട്ടം മുതൽ ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കണം. ഈ സാഹചര്യം ഒഴിവാക്കാൻ പ്രത്യേക പാസ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നും പ്രത്യേക പാസ് അനുവദിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയിലെ മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. പുല്ലുമേട് സത്രം കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനത്തിലൂടെയാണ് ദർശനം. ഇതേ രീതി എരുമേലി അഴുതക്കടവ് കാനനപാത വഴി എത്തുന്നവർക്കും ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ ദേവസ്വം മന്ത്രിക്കും ബോർഡ് പ്രസിഡന്റിനും കത്ത് നൽകിയിരുന്നു. ജനം സന്നിധാനം.